മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ പറവൂർ മാമയുടെ ജട്ടി വിപ്ലവം. വാഴപ്പിണ്ടി കൊണ്ടുള്ള നട്ടല്ലാണെങ്കിലും ഉറപ്പുള്ള നട്ടല് തനിക്കുണ്ടെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയാണത്രേ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെട്ടത്. എന്നാൽ അവസാന ലാപ്പിൽ രമേശ് ചെന്നിത്തലയോ കെ സി വേണുഗോപാലോ മുഖ്യമന്ത്രി കസേര കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ച വി ഡി സതീശൻ എന്നാ പിന്നെ നീയൊക്കെ ഒന്നായി കാണിക്കൂ എന്ന ചിന്തയോടെയാണ് മൂന്നാം വട്ടവും പിണറായിക്ക് അവസരമൊരുക്കുവാൻ ഉണ്ടാക്കിയ പദ്ധതിയുടെ ഭാഗമായത്. ആ പദ്ധതിയാണ് ജട്ടി വിപ്ലവം. തൻ്റെ പാർട്ടിയെ തകർക്കുവാൻ വലിയ ബോംബുകളൊന്നും വേണ്ട, പഴയ 2 പാൻറ്റീസ് മതി എന്ന ആശയം പറഞ്ഞു കൊടുത്തത് വി ഡി സതീശൻ ആണത്രേ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ സകല പാർട്ടിക്കാരും ഇഷ്ടപ്പെടുന്ന, ഏത് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തിയാലും ജയിച്ചു കയറുന്ന നേതാവിനെ തന്നെ നാറ്റിച്ചാൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തോണ്ടാം എന്ന ചിന്തയിലാണ് ആദ്യം രാഹുലിനെ പെടുത്തിയത്. അടുത്ത ലക്ഷ്യം ഷാഫിയാണ്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് ഇതാണ്: രാഹുൽ ഒരു ഷണ്ടനല്ല, പ്രത്യുൽപാദന ശേഷിയുള്ളവനാണ് എന്ന് തെളിയിച്ചു. സന്തോഷം. ഇങ്ങനെയുള്ള ആണുങ്ങളെയാണ് പാർട്ടിക്ക് വേണ്ടത് എന്ന് സണ്ണി എന്ന തൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു മോഴയെ പിടിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വെച്ചു. സണ്ണി പെടുക്കണമെങ്കിൽ സതീശനോ അരമനയിൽ നിന്ന് ബിഷപ്പിൻ്റെ കൽപ്പനയോ വരണം. ജനങ്ങളെ നിങ്ങൾ പറയുക, എതിരാളികൾ പോലും ആവശ്യപ്പെടാതെ, ഒരു പരാതി പോലുമില്ലാതെ ബിനാമി ചാനലുകളിൽ ഇരുന്ന് അപവാദം പറയുന്നത് കേട്ട് രാഹുൽ രാജിവെക്കണം. ഈ മരമുറി ചാനലിലെ ഒരു അവതാരിക കാണാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് പോയി കുനിഞ്ഞു നിന്ന് മുട്ടിൽ കുത്തി നിൽക്കുന്നത് കണ്ടു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? മരമുറി ചാനലിലെ കുലസ്ത്രീ പരുത്തിമോൾ മാതൃഭൂമിയിലെ ഫ്ലൂട്ടിൻ്റെ കൂടെ ലിവിങ് ടുഗദറായി ഫ്ലാറ്റിൽ ജീവിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കുവാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അമീർ ശിർസ്കന്റെ പോക്സോ കേസ് എന്തായി എന്ന് ചോദിക്കുവാൻ സതീശന് ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? പിണറായി പിണങ്ങും. രാഹുലിൻ്റെ രാജി വേഗം മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേപ്പാട്ടെന്ന് വിളിക്കുമോ? ചേപ്പാട്. എൻ്റെ പേര് വിനോദ്. അതെ, നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പുറകോട്ട് ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. നമ്മൾ അത് ചെറിയൊരു ഖണ്ഡികയായിട്ട് പറയാം. പണ്ട് നമ്മൾ കർണാടക മന്ത്രിസഭയിൽ ഇരുന്ന സമയത്ത് കർണാടകന് പറ്റിയൊരു അബദ്ധം, ബാലകൃഷ്ണപിള്ളയ്ക്ക് പറ്റിയ അബദ്ധം, പിന്നിൽ നിന്ന് കൂടെ നിന്നവരെ കുത്തി സ്വന്തം പാർട്ടിക്കാരെ തന്നെ കുത്തിച്ചായച്ചതും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് പറ്റിയതും, അന്നെല്ലാം സ്വന്തം പാർട്ടിക്കാർ പോലും ഒന്ന് നമ്മൾ സഹകരിക്കാതെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ സംരക്ഷിക്കേണ്ടവർ എല്ലാവരും കൈമലത്തിൽ കാണിക്കുന്നു. അവർ വളർന്നു വരുന്ന ഒരു ഷാഫി പറമ്പില്, ഒന്ന് ഉമ്മൻചാണ്ടിയുടെ മോന്, ഒന്ന് ഇവര് 3 പേര് പാലക്കാട്ടെ ഇലക്ഷൻ സംബന്ധിച്ച് ഇവർ 3 പേര് ചേർന്ന് അവിടെ നടത്തിയ ആഘോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം ഒരു തരംഗം സൃഷ്ടിച്ചതിന്റെ ഫലം ഇവിടെ മുന്നിൽ നിൽക്കുന്ന പ്രായാധിക്യം പറ്റിയ കുറെ പാർട്ടിക്കാരുണ്ട് കോൺഗ്രസിൽ. അവർക്കൊക്കെ ഉൾഭയം തോന്നുന്നുണ്ട്. സന്ദേശത്തിൽ ശങ്കരാടി പറയുന്ന പോലെ ഇവരെ എങ്ങനെയെങ്കിലും നമ്മൾ ചവിട്ടിത്താക്കണം, സ്വന്തം പാർട്ടിക്കാരെ തന്നെ ചവിട്ടിത്താത്തിക്കൊണ്ടിരിക്കുകയാണ്. സംരക്ഷിക്കേണ്ട പേര് പോലും സംരക്ഷിക്കുന്നില്ല. എന്തിന്റെ പേരിലാണ്? ഇപ്പൊ വി ഡി സതീശൻ നിർബന്ധമായിട്ട് പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? എന്താണ് ഇവിടെ സംഭവിച്ചത്? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? ആരോപണങ്ങൾ പല മന്ത്രിമാർക്ക് പേരിലും MLA-മാർക്ക് പേരിലും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നല്ല പ്രവർത്തകർ, നല്ല പ്രവർത്തിക്കാൻ നല്ല ആംബിയർ ഉള്ളവന്മാർ വരുമ്പോഴത്തേക്ക് അവരെ ഇവിടെയും കണ്ട ഓരോ വാക്കുകൾ കേട്ടുകൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ അതിന് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥാനത്ത് അവരെ ചവിട്ടിത്താക്കുകയാണോ ചെയ്യേണ്ടത് സാർ? നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ കഴുത്ത് കണ്ടിച്ച് കൊല്ലുവാണോ സാർ വേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വീട്ടിൽ 4-5 കുഞ്ഞുങ്ങളുള്ള ഒരു വീട്ടിൽ ഒരു കുഞ്ഞൊരു ഏറ്റവും ഇളയ കുഞ്ഞ് നടുത്ത ഒരു കുഞ്ഞൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ കുടുംബനാഥം ചെയ്യുന്ന ആ കുഞ്ഞിനെ അന്നേരം തന്നെ കഴുത്ത് കണ്ടിച്ച് കൊല്ലുവാണോ സാർ ചെയ്യേണ്ടത്? അത് ഇവിടുത്തെ നിയമം സാർ. AK ആന്റണി മദ്യനിരോധനം നടത്തിയിട്ട് ഡൽഹിക്ക് പോയിട്ട് പിന്നെ കണ്ടില്ല. പിന്നെ ഒരുത്തിന് ഭാരത നിരോധനത്തിന് വന്നിട്ട് പോയിട്ട് പിന്നെ കണ്ടില്ല. വി ഡി സതീശൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇയാൾ കാണുന്ന പൊട്ടക്കണ്ടിലെ തവളയാണ് വി ഡി സതീശൻ. ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആമ്പിള്ളാരെല്ലാം മാങ്കൂട്ടത്തിന്റെ പിന്നിലുണ്ട്. അയാൾ അവിടെ ഇരുന്നോണ്ട് വിചാരിച്ചാലേ
സാറിനോട് പറയുന്ന പച്ചമര്യാദ മലയാളത്തിൽ പറഞ്ഞാൽ വി ഡി സതീശനെ കണ്ടോണ്ടല്ല ചെറുപ്പക്കാർ പിള്ളേർ ഈ യൂത്ത് കോൺഗ്രസിനകത്തും നിൽക്കുന്നത്. വി ഡി സതീശൻ വട്ടപൂജ്യമാണ് സാർ. അന്ന് നിരോധനം നടത്തിയിട്ട് എ കെ ആന്റണി പോയ വഴിക്ക് പുല്ലില്ലായിരുന്നു. എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് അധപ്പതനം സംഭവിച്ചു. വാറിന്റെ പേരും പറഞ്ഞു ഒരു ആലപ്പുഴ ജില്ലക്കാരൻ ഒരു തന്നെ വാറിന്റെ നിരോധനം പറഞ്ഞിട്ട് നടത്തിയിട്ട് പോയി. എന്ത് സംഭവിച്ചു? വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോരോ നേതാക്കന്മാരും വന്നിട്ട് ഓരോരോ നേതാക്കൾ മുന്നിൽ നിൽക്കുന്നവരെ, അത് കഴിവുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന് പിന്നിൽ നിന്ന് അവർക്ക് സഹായം ചെയ്യേണ്ട ആൾക്കാർ തന്നെ എന്തുകൊണ്ട് ഈ പ്രവണത കാണിക്കുന്നു? സാർ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് KSUവിന് വേണ്ടി പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ പോയി ഇടികൊള്ളുന്നു. ഇപ്പം ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തിൽ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടി മോനെ ഇങ്ങനെയൊക്കെ പലരും നമ്മുടെ മുമ്പിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവേശം കൊള്ളുന്നു സാർ. അവരുടെ പിന്നിൽ അവർക്ക് ചെറുപ്പമല്ലേ സാർ? അവരൊക്കെ ചെറുപ്പമല്ലേ? കല്യാണം കഴിക്കാത്ത പിള്ളേരല്ലേ? എന്തുകൊണ്ട്? ഒരു നാണയത്തിന്റെ രണ്ട് വഴികളുണ്ട് സാർ. ആ രണ്ട് നാണയങ്ങളും ചിന്തിക്കണം സാർ. പച്ച മലയാളത്തിൽ പറഞ്ഞാലേ പെൺപിള്ളേർ വളർന്നു കഴിഞ്ഞെന്നുള്ള ആ കുടുംബത്തിലെ പെണ്ണുങ്ങളെ പെൺപിള്ളേർ വളർന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ തന്തയും തള്ളയുടെയും കഴിവുകേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അവൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്താ? ഇവന്റെയും പണവും പ്രവൃത്തിയും പ്രശസ്തിയും നാളെ ഒരു സമയത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനം പോലും കിട്ടുമെന്നുള്ളൊരു ഇത് വെച്ചുകൊണ്ട് അവൾ കാല് കവച്ച് വെച്ചു കൊടുത്ത്. ഇപ്പൊ അവള് പറയുന്ന 3 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവത്തെ പറ്റി ഇപ്പൊ ഇവള് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. എന്താണ് സാർ ഇനി പറയേണ്ടത്? എന്താണ് സാർ പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ ആര് പറഞ്ഞാലും, നിങ്ങൾ ഏത് ചാനലുകാർ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഞങ്ങളുടെ ഓരോ ബ്ലഡിനും ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്ന ഓരോ ബ്ലഡിനും ഞങ്ങൾ കണ്ടിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിന്റെ മക്കളും അതുപോലുള്ള പ്രവർത്തകർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പല തെരഞ്ഞെടുപ്പിനും അവർ കിടന്ന് പ്രവർത്തിച്ചതിന്റെ ആ ഫലം ഇവിടെ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ആ തരംഗം ഞങ്ങൾ കണ്ടേ സാർ. പക്ഷേ ഈ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരോ അവർ ഗ്രൂപ്പിസം കളിക്കുവാണ് സാർ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കിത് പറയാൻ ഒരു സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് പറയാൻ ഒരു സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുമോ സാർ? KC വേണുഗോപാലിന്റെ ഗ്രൂപ്പും പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു ഗ്രൂപ്പും സതീശിന്റെ ഗ്രൂപ്പും ഈ ഗ്രൂപ്പൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അറിയാം സാർ. ഞങ്ങളൊക്കെ അണ്ണാക്കി പിണ്ണാക്കിട്ടുണ്ടല്ലോ കോൺഗ്രസിൽ കളിക്കാൻ നടക്കുന്ന ആൾക്കാർ. ഞങ്ങളൊക്കെ കവലെ പോയിരുന്നിട്ടേ ഞങ്ങളൊക്കെ ഓരോരുത്തർ ഞങ്ങളുടെ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. പക്ഷേ ഇന്ന് പറയുന്നത് വി ഡി സതീശൻ വെറും വട്ടപൂജ്യമാണ് സാർ. വെറും വട്ടപൂജ്യവാ. അവൻ വെറും വട്ടപൂജ്യവാ. അവൻ കളിച്ച കളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അവൻ അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവൻ കിടന്ന് കയ്യാൽ കളിക്കുമോ സാർ? ഇത് നമുക്കറിയാം സാർ. ഞങ്ങളൊക്കെ ഇവിടെ പലതവണ പരസ്പരം ഇവിടെ നിന്ന് കവലയിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഒരു പരിപ്പോടെയും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് സാർ ഇന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്. സതീശന്റെ നമ്പർ 1 കളിയാണ് സാർ. ഇപ്പൊ പറയുന്ന ഈ പെണ്ണിന്റെ ഇപ്പൊ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, അതിനെപ്പറ്റി എന്താ ഈ കോൺഗ്രസ് പാർട്ടി എന്താ ചിന്തിക്കാത്ത? എന്താ ആ കൊച്ചുമായിട്ട് ഒത്തു നിന്നൊരു കേക്ക് മുറിക്കുന്നു? എന്തുകൊണ്ട് മറ്റുള്ള പ്രവർത്തകർ ചോദിക്കുന്നില്ല? മറ്റുള്ളവർ പ്രവർത്തകർ അതിനെപ്പറ്റി ഈ പെണ്ണുമായിട്ട് സതീശന് ബന്ധമുണ്ട്. സതീശൻ പറയുന്നത് എന്റെ മോട പോലെയാണെന്ന്. എന്റെ മോളെ അത് ഈ പറവൂരിലെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മോളെ ഇവന്റെ ഫ്ലാറ്റിൽ കൊണ്ട് നിർത്തേണ്ടതും താമസിപ്പിക്കേണ്ടതിന്റെയും ആവശ്യം എന്തായിരിക്കും ഇവന്? അത് നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ചോദിക്കാത്ത എന്ത്? ഞങ്ങൾ സാധാരണ താഴെ തട്ടി കിടക്കുന്ന പ്രവർത്തകർക്ക് ഇങ്ങനെയുള്ളൊരു ചാനലിൽ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഞങ്ങൾ കവലകളിൽ ഈ കൊച്ചു കവലകളിൽ 4 ചായക്കട അല്ലെങ്കിൽ ഒരു ചായക്കടയും അല്ലെങ്കിൽ ഒരു സേത്തുകടയും ഒരു മുറുക്കാൻകടയുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ നിന്ന് ഈ ഞങ്ങളുടെ നേതാക്കന്മാരെ പൊഴുത്തി പാടുക. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ. പക്ഷെ ഈ പാർട്ടിക്കകത്തിരുന്നുകൊണ്ട് കാണിക്കുന്ന തെമ്മാടിത്തരം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഈ കവലയിൽ ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതിയാ സാർ. തന്നെത്താനെ കുത്തുക. ഈ വി ഡി സതീശൻ ചെയ്ത തന്തയില്ലായ്മത്തരമാണ് ഈ പണി ഈ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്നത്. കാരണം വളർന്നു വരുന്ന ഈ പിള്ളേരെ അടിച്ചൊതുക്കുക എന്ന് മാത്രമാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവന്റെ രാജിയും കൂടെ ചോദിച്ചിരിക്കുന്നത്. എന്റെ നാട്ടിൽ വി ഡി സതീശൻ എന്തോ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പരസ്യമായിട്ട് പറയാം സാർ. വി ഡി സതീശനെ കോഴിമുട്ടക്കെറിയും ഞങ്ങൾ. അതാ ചോദിച്ചത്, സ്വന്തം കുടുംബത്തിലെ മക്കളൊരു ചെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ മക്കളെ കഴുത്തറുത്ത് കൊല്ലുവാണോ സാർ ചെയ്യേണ്ടത്? മറ്റുള്ള പാർട്ടിയിലുള്ള ആൾക്കാർക്കും അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? മുകേഷ് ഉണ്ടല്ലോ, മുകേഷിനെ അവർ സംരക്ഷിച്ചില്ലേ? അവർ സംരക്ഷിച്ചിട്ട് അവന്റെ MLA സ്ഥാനം ചോദിച്ചു വാങ്ങിയോ പാർട്ടിക്കാർ?
ഒരു ഹവാല ഏർപ്പാടൊന്നും നടന്നായിരുന്നില്ല, സ്വർണ്ണക്കടത്ത് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വെറും മണ്ടന്മാരല്ല സാർ, ഞങ്ങൾ കഴുതകളല്ല. ഞങ്ങൾ അടിയുറച്ച കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന രക്തത്തിൽ കളിച്ച് നടക്കുന്ന ആൺപിള്ളേരാ ഞങ്ങൾ. വി ഡി സതീശന്റെ ഉണ്ടാക്കിയ കോൺഗ്രസ് അല്ല, ഈ വി ഡി സതീശന്റെ കുടുംബസ്വത്തല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. വി ഡി സതീശന്റെ തന്തയുടെ വകയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. വി ഡി സതീശന്റെ അമ്മായിയപ്പന്റെ വകയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. അവൻ ഈ രാജിക്കത്ത് ഇപ്പൊ ചോദിക്കേണ്ട എന്ത് അവകാശം ചോദിക്കേണ്ട? അവരുടെ അവകാശം ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു നാണം കെട്ട ഏർപ്പാട് ഇവന്. അതാ പറഞ്ഞത്, ഒരു മദ്യനിരോധനം കൊണ്ടുവന്നിട്ട് ആന്റണി കേന്ദ്രത്തിലോട്ട് പമ്പ കടന്നിട്ട് ഇവിടെ വന്നില്ല. അന്ന് പൊളിഞ്ഞ് കോൺഗ്രസ്, അന്ന് പൊളിഞ്ഞ്. ബാറിന്റെ കാര്യത്തിൽ വന്നിട്ട് ഒരു കണ്ണാടിക്കാരൻ, ആലപ്പുഴക്കാരൻ ഒരു കണ്ണാടിക്കാരൻ കൊടുത്ത് ബാറിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പം പോയ പോക്ക്. എന്നിട്ട് എന്തോ സംഭവിച്ച്, കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യത്തിനും അനാവശ്യത്തിനും ബാറിനും ബിവറേജിനും എല്ലാം ലൈസൻസ് കൊടുത്ത് നാട്ടുകാരെ കൂടെ നിർത്തി. ഇന്ന് വി ഡി സതീശൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു പണി, അവനിട്ടുള്ള പണിയുണ്ടല്ലോ. ഞങ്ങൾ തീരുമാനിക്കും മാങ്കൂട്ടത്തിനെ എങ്ങനെ ചെയ്യണം, മാങ്കൂട്ടത്തിനെ എങ്ങനെ കൊണ്ടുവരണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. വി ഡി സതീശൻ പാർട്ടിക്കത്തിരുന്നാൽ മതി, ജനങ്ങളാ തീരുമാനിക്കുന്നത്. ഞങ്ങൾ തീരുമാനിക്കും മാങ്കൂട്ടത്തിന് എന്തോ ചെയ്യണമെന്ന്. ഞങ്ങൾ തീരുമാനിക്കും വി ഡി സതീശനെ റോഡിൽ കൂടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ നാട്ടിലെ പരിപാടിക്ക് വി ഡി സതീശനെ കൊണ്ടുവരണോ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇന്ന് പത്രസമ്മേളനം നടത്തണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞ് മാങ്കൂട്ടത്തിനോട്. വി ഡി സതീശൻ മാങ്കൂട്ടൻ അവിടെ പത്രസമ്മേളനം അവന്റെ പൈസയ്ക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് ചിലപ്പോൾ ചെയ്യിപ്പിക്കും. വി ഡി സതീശനല്ല കാണിച്ചത്, വി ഡി സതീശൻ ചെയ്തെന്നുണ്ടല്ലോ കുതികാല് വെട്ട് പണിയാണ് കാണിച്ചത്. കുതികാല് വെട്ട് അവൻ പെണ്ണിനെ ഇറക്കി, അവനാണ് ഈ പെണ്ണിനെ ഇറക്കിയിട്ട് ഈ കുതികാല് വെട്ട് പണി നടത്തിയത്. ഞങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം സാർ, ഞങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമായിട്ട് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ഹിമാലയം വരെയുള്ള ആ ആവേശമാണ് അവനെ ഈ പണിയിലേക്ക് കൊണ്ട് നിറക്കിയത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ്. ഉഭയകക്ഷി പ്രകാരം ഒരു പെണ്ണിനും ഒരു പുരുഷനും സ്വമേധയാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു രതിവർഗത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്റെ സ്വത്തിനും ഇവന്റെ ഇനി വളർന്നു വരുന്ന ഒരു നേതാവിന്റെ ആ ഒരു പദവിയും കണ്ടുകൊണ്ട് ഇവള് കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഇപ്പൊ അവള് ഡയലോഗ് വെച്ച് പറഞ്ഞിരിക്കുന്നു. നാണം ഉണ്ടോ സാറേ? നാണം ഉണ്ടോ? പത്തനംതിട്ട എന്റെ പേര്. നിങ്ങളുടെ ആ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, ഒരു സ്ത്രീ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ നമ്പർ വന്ന് വിളിച്ചതാ. രാഹുലിനെ ക്രൂശിക്കുന്നത് കണ്ടുകൊണ്ട് വിളിച്ചതാ. നമ്മുടെ പിണറായി വിജയനെതിരെ ഇതുപോലെ ആരോപണം വന്നപ്പോഴൊന്നും ആരും ഇതുപോലെ അനങ്ങിയില്ല, ചാനലുകാരൊന്നും ഇതുപോലെ ചാടിയില്ല. അയ്യോ, അങ്ങനെയൊക്കെ ചാടാൻ പറ്റുമോ? ആളും തരം നോക്കി ചാടിയില്ലേ? പൊക്കുന്നിടത്ത് ചാടി കയറുക എന്നുള്ളതായിരിക്കും. പിന്നെ മുതലാളി പറയണേ ചാടി കയറണമെന്ന് പറയുന്നിടത്ത് ഞങ്ങൾ ചാടി കയറൂ. അല്ല, മൊട്ട ഈ സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെട്ടവനല്ലായിരുന്നു മൊട്ട റിപ്പോർട്ടർ, പോക്സോ കേസിലുള്ളവനല്ലേ. അവന് രാഹുലിനെ ക്രൂശിക്കുന്ന കേട്ടു ഇന്നലെ. ഇതൊക്കെ കണ്ടിട്ട് എന്തോ തന്തയ്ക്കുറക്കായി ഇതൊന്നും ചോദിക്കാൻ വേണ്ടി വിളിച്ച് നിങ്ങൾക്ക് രാഹുലിന് അനുകൂലമായിട്ട് പറയുന്നത് കൊണ്ട് ഞാൻ വിളിച്ചതാ. അല്ലെ ആരോട് പറയാനാ? റിപ്പോർട്ടറെ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ കട്ട് ചെയ്ത് കളഞ്ഞു. അവനെ വിളിച്ചായിരുന്നു, റിപ്പോർട്ടർ ചാനലിലോട്ട് വിളിച്ചു തന്തയ്ക്കുറക്കായി കാണിക്കുന്നതിന്. പാവം പിടിച്ചൊരു പയ്യന്റെ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തും ചിലരുണ്ടെന്ന് തോന്നുന്നു. ഭരണപക്ഷം പോട്ടെ, ഇതിനകത്തും തന്നെ സതീശൻ ചെയ്തതിനോട് എന്ത് തോന്നുന്നു? അതിനോട് എതിർപ്പുണ്ട്. രാഹുലിന്റെ കൂടെ നിൽക്കേണ്ടത് അയാള് പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്തു നിന്ന് മാറ്റിയെങ്കിലും എം എൽ എ പോസ്റ്റ് രാജിവെക്കുന്നതിനോട് വളരെ എതിർപ്പുണ്ട്. വി ഡി സതീശനെയും ഒക്കെ അറിയുന്ന ആളാണ്. അപ്പൊ അയാളുടെ ആ പ്രതികരണം ഒന്നും ശരിയായില്ല. വരുന്ന കൂടെ നിൽക്കുന്ന ആളിനെ തള്ളിക്കളയുകയല്ല ചെയ്യേണ്ടത്, ചേർത്ത് പിടിക്കണം. അതാ എന്റെ അഭിപ്രായം. തിരുവനന്തപുരത്ത് നിന്ന് ലതാകുമാരി എന്ന് പറയേ. രാഹുൽ മാങ്കൂട്ടത്തിന് ആ പയ്യൻ നല്ലൊരു നേതാവാണ്. പിന്നെ അന്ന് ആ സതീശൻ പറഞ്ഞ സാറ് ഒരു അമ്മച്ചിയെ കാല വീണപ്പം ആട്ടി പായിക്കുന്ന കണ്ടതാ കയറിയപ്പോ, MLA ആയിട്ട് കയറിയപ്പോ. ആളാണ് ഈ രാഹുലിനെ ഇത് പറയുന്നത് എനിക്ക് തോന്നുന്നു. രാഹുൽ നല്ലൊരു നേതാവാണ്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ചത് ശരിയായോ? ഇദ്ദേഹത്തിനെ ഒരിക്കലും, ഞാൻ കറതീർന്ന കോൺഗ്രസ്സുകാരിയാണ്, ഒരിക്കലും ശരിയല്ല. എന്തായാലും ചെറുപ്പക്കാരനാണ്, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പം ഈ വി ഡി സതീശന്റെ ഈ പ്രവൃത്തിയോട് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം എന്തോ? മാങ്കൂട്ടം അങ്ങനെ തെറ്റത്ര അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആരാ ചെയ്യാത്തത്? ആരാ പെർഫെക്റ്റ്? ആരും പെർഫെക്റ്റ് അല്ല.
ആരും തികഞ്ഞവരില്ല. രാഹുൽ മാങ്കൂട്ടം കിളുത്ത് കയറി വരുന്നൊരു നേതാവാണ്, നല്ലൊരു പയ്യനാണ്. അതിനെ വെറുതെ വിട്ട് ഇനി മുമ്പോട്ട് കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ രാഹുലിനെ പോലുള്ളവർ വേണം. സതീശൻ ശരിയല്ല. സതീശന്റെ പേരുകൾ രേഖപ്പെടുത്തത്തില്ല ഇതേപോലെ അണികളെ അല്ലെ കൂടെ നിൽക്കുന്നവനെ കുതികാലി വെട്ടിയ വഞ്ചകൻ എന്ന ചരിത്രത്തിൽ കഴിഞ്ഞ പിന്നെ അങ്ങനെ ആരും ഇല്ല. പിന്നെ ഹസൻ സാർ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉള്ളൂ. ഞാൻ കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു INTUC പ്രവർത്തകനാണ്. ടിറ്റോ മാളിയേക്കൽ എന്നാണ് എൻ്റെ പേര്. ഞാനിപ്പം സാറിനെ വിളിച്ചത് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഷണ്ടനല്ലെന്നും പ്രത്യുത്പാദന ശേഷിയുള്ളവനാണെന്ന് തെളിയിച്ചതിനകത്ത് 2-3 ചാനലുകാർക്കും ആ സഹോദരിമാർക്കും അഗൈതമായ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്, ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതെ അതെ, ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഷണ്ടനല്ലെന്നും തെളിയിച്ചു, പ്രത്യുത്പാദന ശേഷി ഉണ്ടെന്നും തെളിയിച്ചു. ഇനി അതൊന്ന് കോടതി മുഖേന ഒന്ന് സാധുവൽക്കരിച്ച് കിട്ടിയാൽ മതി, ഒരു ഗസറ്റേലൊന്ന് പരസ്യം കൂടി ചെയ്ത് കിട്ടിയാൽ മതി നമുക്ക്. അതിനകത്ത് വളരെ സന്തോഷം. മരമുറി ചാനലിനും 2-4 ചാനലിനും ഒക്കെ. ഇവന്മാരുടെ ഈ നാറിയ ഈ ക്യാമ്പയിനും കൊണ്ട് രാഹുലിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്ന കരുതുന്നുണ്ടോ, അതോ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമോ? പാർട്ടിയിൽ നിന്ന് തള്ളിക്കളഞ്ഞാൽ പാർട്ടിപരമായിട്ട് രാഹുലിന് ഇനി ഉയരാൻ പറ്റുകയില്ല. പക്ഷെ അവന്റെ വ്യക്തി ജീവിതത്തിൽ അവന് നന്നാകും. അവൻ അടുത്ത തവണ പാലക്കാടിൽ ഈ പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിലും പാലക്കാട്ടെ ജനം അവനെ ഏറ്റെടുക്കും, തെറ്റുകാരനല്ലെങ്കിൽ ഉറപ്പായിട്ടും. അന്നേരം അതായത് ഇതുപോലൊരു ചെറുപ്പക്കാരന് കുഴി തോണ്ടിയ ഈ പറവൂർ സതീശന് ജനങ്ങൾ എന്തായിരിക്കും മറുപടി കൊടുക്കുന്നത്? അവിടുത്തെ നിയോജകമണ്ഡലത്തിലുള്ളവർ കോൺഗ്രസ്സുകാർ മൊത്തം ഷണ്ടന്മാരാന്ന് ഇപ്പം തെളിഞ്ഞു. ഇവർക്ക് ഇടുക്കിയിലെ പൈലിയെ സംരക്ഷിച്ച പോലെ, പൈലിയെ കൊലപാതക കേസിൽ പെടുത്തിയപ്പോഴത്തേക്കും പൈലിയെ സംരക്ഷിച്ച പോലെ ഇവൻ കൊലപാതകം ചെയ്തില്ല, ഇവൻ ഇതേ ചെയ്തുള്ളൂ. കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞ തന്നെ പൈലിയെ സംരക്ഷിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് എന്തുകൊണ്ട് ഈ ചെറുക്കനെ സംരക്ഷിക്കാൻ മേല? ഇവരൊക്കെ ഇപ്പം കൃപേഷിനും ശരത് ലാലിനും ഒക്കെ പറ്റിയ പോലെ ഇവനെ മറ്റേ ഈ എതിർ പാർട്ടി കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ ഇവർ അതും വെച്ചുകൊണ്ട് നടക്കുകയില്ലായിരുന്നു. ഇവന്റെ ഒരു അമ്മയ്ക്കും ഇവന്റെ സഹോദരിക്കും ഉണ്ടായ മാനനഷ്ടം, അവരുടെ ഉണ്ടാകുന്ന വേദന ഇവരാരെങ്കിലും കണ്ടോ? പറവൂരിൽ സതീശന്റെ മണ്ഡലത്തിലുള്ള ഈ ആ പെണ്ണിന്റെ, ആ മേരി ജോർജിന്റെ ഫാദർ ദേശാഭിമാനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സതീശന് അത് അറിയത്തില്ല. സതീശന്റെ ഫ്ലാറ്റിൽ ചെല്ലുകയും സതീശൻ കേക്ക് തിന്നാൻ പോവുകയും ഒക്കെ ചെയ്തിട്ടും സതീശന് അത് അറിയത്തില്ലായിരുന്നു. പിന്നെ അറിയാം, സതീശനൊക്കെ ഇത് അറിയാം. എന്നിട്ട് മകളെ പോലെ ആണെങ്കിൽ, അവള് മകളാണെങ്കിൽ ഇവന്റെ സ്വന്തം അനിയനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവനല്ലേ സതീശൻ? സ്വന്തം അനിയനെ സംരക്ഷിക്കാൻ പറ്റാത്തവൻ ഇവൻ എന്ത് നേതാവാ? ഞാനാണ് എൻ്റെ അനിയനാണ്, ഞാനിത് പരസ്യമായിട്ട് സംരക്ഷിക്കും. ഞാൻ കോടതി മുഖേനയും എത്ര ലക്ഷം രൂപ വെച്ച് മാനനഷ്ടത്തിന് ഈ ചാനലുകാർക്കും ഈ 3 സഹോദരിമാർക്കെതിരെ കേസ് കൊടുത്തേനെ ഞാൻ പാർട്ടിയിൽ. അല്ല, ഇവൻ എന്തെങ്കിലും ഒരു ആർജവം ഉള്ളവനായിരുന്നുവെങ്കിൽ ഇയാളൊരു അഡ്വക്കേറ്റ് ആണെന്നല്ലേ പറയുന്നത്? അതായത് ഇതുപോലെ മാധ്യമ വിചാരണ നടത്തി ഒരു ചെറുപ്പക്കാരനെ വ്യക്തിഹത്യ ചെയ്യുകയും അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു എന്നും കാണിച്ച് കോടതിയിൽ നിന്നൊരു ഓർഡർ സമ്പാദിക്കത്തില്ലായിരുന്നു. ഇന്ന് സാറ്റർഡേ കോടതി അടയ്ക്കുന്നതിന് മുമ്പ് ഇത് 2 ദിവസം ഈ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് കോടതിയെ സമീപിക്കത്തില്ലായിരുന്നു. ഈ ചാനലുകാർക്കെതിരെയും ഈ ആരോപണം, ഈ തുമ്പും പാലും ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചവർക്കെതിരെയും കോടതി മുഖാന്തരം പാർട്ടിയാണ് നീങ്ങേണ്ടത്, പാർട്ടിയാണ് സംരക്ഷിക്കുക. അല്ലാതെ ഇപ്പം ശരത് ലാലും മരിച്ചു, കൃപേഷും മരിച്ചു, ഇവർ സുപ്രീം കോടതി വരെ പോകുന്നുണ്ടല്ലോ. അതുപോലെ മരിക്കണമായിരുന്നോ ഇവൻ? മരിച്ചതിന്, അവനെ വെട്ടിക്കൊന്നതിന് അല്ല, ഇവന്മാർ ആഗ്രഹിക്കുന്നതാ. ഇവൻ സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യ ചെയ്ത് കിട്ടിയാൽ ഇവന്മാർക്ക് ഈ നാമത്തിൽ അടുത്ത പ്രാവശ്യം എങ്ങനെങ്കിലും സാധ്യതയില്ല. ഇവൻ എങ്ങനെങ്കിലും ഉമ്മൻചാണ്ടി ഈ മരിച്ച ആ ഒരു സഹതാപതരംഗം പോലെ ഇവന്മാർക്ക് ഇവൻ വല്ലോ ആത്മഹത്യ ചെയ്താൽ അത് പൊക്കിപ്പിടിച്ച് ഇവനൊക്കെ അടുത്ത പ്രാവശ്യം വരാമെന്നുള്ളൊരു ഒരു ശ്രമമല്ലേ ഇപ്പോൾ നടത്തുന്നത്? ഒരു രക്തസാക്ഷി, പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കായിരുന്നു രക്തസാക്ഷികളെ ആവശ്യം, ഇപ്പം കോൺഗ്രസിന് രക്തസാക്ഷികളെ ആവശ്യമാണ്. ഇവനെ ജീവനോടെ കൊന്നേക്കുവാ ഇപ്പം. ഇതിനെതിരായിട്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ ഇവിടുത്തെ INTUCക്കാരെയോ ഇന്നലെ എല്ലായിടത്തും കോഴിയെ പൊക്കി പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയപ്പോൾ അതിനെ എതിരിടാനായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്കോ INTUCക്കോ യൂത്ത് കോൺഗ്രസിനോ ഈ മഹിളാ കോൺഗ്രസ്സുകാരൻ്റെ അകത്ത് നടക്കുക. അല്ല, ഇവന്മാര് അതല്ല, ഇന്നലെ ആ സമയത്ത് ആ കസേര പിടിച്ചു പറിക്കാൻ വേണ്ടിയുള്ള അടിയാണ് നടക്കുന്നുണ്ട്. അത് ആ സമയത്ത് ആ ഗ്യാപ്പില് ആ കസേര കയറി ഇരിക്കാനുള്ള അടിയല്ലേ നടക്കുന്നത്? സുനിലെ, ഇവരൊന്നും അടുത്ത പ്രാവശ്യം ഇലക്ഷന് കോൺഗ്രസ് പാർട്ടി ഇവിടെ ജയിച്ചു കയറത്തില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. പിണറായി വിജയൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ്സുകാരെയും കയ്യിലെടുത്തുകൊണ്ടും ഇവിടെയുള്ള സകല 3ാം കിട ഗുണ്ടകളെയും കയ്യിലെടുത്തുകൊണ്ട് ഇനിയും ആ 35 സീറ്റിൽ 5000 വോട്ടിന് താഴെ കാശ് കൊടുത്ത് ഇനി അയാൾ അധികാരത്തിൽ വരും. അതിനുള്ള ചങ്കുറപ്പും നല്ല ഇരട്ടച്ചങ്കൽ അയാൾക്ക് 4 ചങ്കുണ്ട്. അതിനെ നമ്മൾ ബഹുമാനിക്കേണ്ടി വരും.
ഇവൻ പിണറായിയോടൊക്കെ സമരസപ്പെട്ടു പോകുന്നവനാ ഇവനൊക്കെ. രമേശ് ചെന്നിത്തലയാണേലും ശരി, ഇവനൊക്കെ ആണേലും പിണറായിയോന്ന് പറയുന്ന ആ ഭയങ്കരം രാക്ഷസൻ എന്ന് പറയുന്ന അയാളോട് സമരസപ്പെട്ട് അയാളുടെ കാല് കുമ്പിട്ട് നിൽക്കുന്നവനാ ഇവനൊക്കെ. അല്ലാതെ ഫൈറ്റ് ചെയ്യാൻ ഇവനൊന്നും നട്ടലില്ല. ഇവനൊക്കെ ഷണ്ടനാ. അതുകൊണ്ടല്ലേ ഇവന്മാരെല്ലാം കൂടി കൂട്ടിയല്ലേ അത്യാവശ്യം അദ്ദേഹത്തിന് ഇപ്പൊ ആരോഗ്യമില്ലാതായി പോയി. ആരോഗ്യമില്ലാതായപ്പോ അദ്ദേഹത്തെയും പിടിച്ചിറക്കി വിട്ടില്ലേ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന്. എന്നിട്ട് ഇവരുടെയൊക്കെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് അയാൾ നല്ല മനുഷ്യൻ, എഡ്യൂക്കേഷൻ ഉണ്ട്, ഒരു വേദപാഠ അധ്യാപകനാണ് അയാൾ, സണ്ണി ജോസഫ്. ഇന്നിപ്പം കേരള രാഷ്ട്രീയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടും BJPയോടും ഫൈറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരാള് K. സുധാകരനായിരുന്നു. അയാൾക്ക് പ്രായമായി, നല്ലപോലെ ആരോഗ്യമില്ല, അയാൾക്ക് പിൻവാങ്ങേണ്ടി വന്നു സ്വമേധയാ. ഇനി ഒരു K. മുരളീധരനുണ്ട്, ലീഡറുടെ മകനുണ്ട്, പക്ഷെ അവനെ ഒതുക്കി നിർത്തിയേക്കുക ഇവരെല്ലാം കൂടി. ബാക്കി ഫൈറ്റ് ചെയ്യണമെന്ന്. നമ്മൾ രാഷ്ട്രീയത്തിൽ സമരസപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഫൈറ്റ് ചെയ്യാതെ എങ്ങും രക്ഷപ്പെടുകയില്ല. ഇനിയിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് ഇനിയിപ്പം ഇതുപോലൊരു കേസ് ഇനിയിപ്പം ഡൽഹിയിലിരിക്കുന്ന രാഹുലിന് എന്നാ വരുന്നെന്ന് ഓർത്ത് പേടിച്ചാ ഞാനിരിക്കുന്നത്. അതെ അതെ, ഇത് സംഭവം കൊള്ളാമല്ലോ എന്ന്. ഞാൻ പറയട്ടെ സുനിലെ, ക്യൂബയിൽ നിന്നൊരു പെണ്ണ് നാളെ കേരളത്തിൽ ഒരു അഡ്വക്കേറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ വെച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുക. ഇദ്ദേഹം ക്യൂബയിൽ വന്ന് തന്നെ അല്ലെങ്കിൽ ഇവന്റെ ഒരു ഫോൺ, അവൾ ഇങ്ങോട്ട് വിളിച്ച ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഒരാൾക്കൊക്കെ 2-3 നമ്പർ കാണുമല്ലോ. ഇപ്പം എൻ്റെ സെക്രട്ടറി, എനിക്ക് 3 ഫോണുണ്ട്. എൻ്റെ ഒരു സെക്രട്ടറി എടുത്തേക്ക് ഇന്ന ഒരു ഫോൺ ചെയ്യുക, ഒരു ചാറ്റ് ചെയ്യുക, ഒരു ഹായ് അയക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഹൃദയത്തിന്റെ ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ ഇന്നത്തെ സൈബർ ലോകത്ത്. അതെ, അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഇതിപ്പോ എനിക്ക് ഈ 24 ചാനലിനോടും മറ്റേ മരമുറി എന്തോ അവനോടും ഈ 3 സഹോദരിമാരോടും നന്ദിയുണ്ട്. ഈ നേതാവിന് ഷണ്ടത്വം ഇല്ലെന്നും ഇവന് പ്രത്യുൽപാദന ശേഷിയുണ്ടെന്നും തെളിയിച്ചതിനകത്ത് വളരെ നന്ദിയുണ്ട്. അതൊക്കെ ലോകം മൊത്തം അറിയിച്ചല്ലോ. ഏതൊക്കെയാലും ബാക്കിമാരൊക്കെ ഷണ്ടന്മാരാ, പോകാൻ പറഞ്ഞു. ഏതൊക്കെയാലും കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പം രാവിലെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ രാവിലെ 5 കൊല്ലം മുമ്പല്ലേ, അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി ഇല്ലായിരുന്നോ? ലീഡർ മരിച്ചു പോയിട്ടും കോൺഗ്രസ് പാർട്ടി ഇവിടെ നിലനിൽക്കുന്നില്ലേ? ഉമ്മൻചാണ്ടി മരിച്ചു പോയിട്ടും കോൺഗ്രസ് പാർട്ടി ഇവിടെ അതൊരു കാട്ടല, അതങ്ങനെ പോകും. പക്ഷേ ഇത് മോശമായി പോയി ഇവന്മാരെല്ലാം അവിടെ ചെയ്തത്. ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാനായിട്ട് ഈ ബഹാകടിയന്മാർക്ക് പറ്റിയില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ ബാത്റൂമിൽ വരെ 2-3 പേര് നിൽക്കുക. അന്നേരം ആ വയസ്സായ മനുഷ്യൻ സരിതയെ പീഡിപ്പിച്ചു. അതിനെ സംരക്ഷിക്കാൻ പറ്റാത്ത കോൺഗ്രസ്സാണ് കേരളത്തിലുള്ളത് അല്ലേ? എന്നിട്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കോടതി CBI കോടതി ആണ്ട് വിധി വന്നപ്പോഴത്തേക്കും ഉമ്മാരെല്ലാം കൂടി ലഡുവും പൊട്ടിച്ച് പടക്കവും പൊട്ടിച്ച് വാണവും വിട്ടോണ്ട് നടന്നു. എന്ത് കാര്യം അതിനകത്ത്? സുനിലെ, നമ്മൾ തല്ല് കിട്ടാതെ നോക്കുക നമ്മുടെ വിജയം അല്ലേ? തല്ല് കിട്ടിയിട്ട് സുനിൽ വന്ന് എത്ര കുഴമ്പിട്ട് തേച്ചിട്ടും എനിക്ക് വല്ല കാര്യമുണ്ടോ? ഞാനൊക്കെ ഇവിടെ INTC പ്രവർത്തനത്തിന് പോകുമ്പോഴത്തേക്കും ജാഥയൊക്കെ നിൽക്കുമ്പോൾ പോലീസുകാരെ അടിക്കുമെന്നുണ്ട് ഞാൻ അന്നേരം SHOയോടോ അല്ലെങ്കിൽ DSPയോടോ പറയും, തൊട്ടുപോരെന്ന് പറയും. തൊട്ടാ താൻ വീട്ടിൽ കയറിയെന്ന് പറയും. അങ്ങനെയൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുള്ള നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മുടെ പണിക്കാരും നമ്മുടെ ആൾക്കാരും നമ്മുടെ അനിയന്മാരും പിള്ളേരും വന്നിട്ട് വെറുതെ തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതല്ലേ നമ്മുടെ കരുത്തില്ലായ്മയല്ലേ? അത് നമ്മളൊരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവനെ തല്ലുകൊള്ളിക്കാതെ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിനകത്ത് ചിലപ്പം കള്ളു കുടിച്ചിട്ടൊന്ന് വേളം ഉണ്ടാക്കുന്നതും കാണും. ഒരു സമരം നടക്കുമ്പോഴേ അന്നേരത്തേക്ക് അവനെ ചിലപ്പം പോലീസ് പിടിച്ചാലാണ് അവനെ മാറ്റി വെക്കുക. അവനെ വീട്ടിൽ കൊണ്ടേ നമ്മൾ വീട്ടിൽ കയറുള്ളൂ. അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ കയറുള്ളൂ. ഒരുമാതിരി വിറഞ്ഞു കയറുക. ഈ ഫോണിൽ കൂടി ആയതുകൊണ്ട് ഒരു മാധ്യമം ആയതുകൊണ്ടാണ് ഞാൻ തെറിയൊന്നും പറയാത്ത. അല്ലെങ്കിൽ ഞാൻ പൂരത്തെറി പറഞ്ഞാൽ മുതലാളി എന്ന് തന്നെ ഞാൻ വിളിച്ചേനെ. ഞാൻ മസ്കറ്റിൽ നിന്നാണ് വിളിക്കണ. ക്ലീറ്റസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. VD സതീശൻ ചെയ്തത് തെറ്റാണുള്ളത്. അത് രാജിവെപ്പിക്കേണ്ട കാര്യമില്ലഞ്ഞത്. അത് തെറ്റ്. കേസൊന്നും ആയിട്ടില്ലല്ലോ. വെറുതെ ഒരു പെണ്ണ് പറഞ്ഞെന്നും പറഞ്ഞല്ലേ പയ്യനാ അവര് രാജിവെപ്പിച്ചത്. ഇത് CPMന്റെ കളിയാണത്. ചെറിയ സരിതയാണ് ഇപ്പൊ ഇറക്കിയേക്കണവര്. ഉമ്മൻചാണ്ടിനെ കുടിക്കിയവരാണ് ഈ വന്നേക്കണ ഇപ്പോഴും. അത് ശരിയല്ല, തെറ്റാണത്. കേസൊന്നും ആയിട്ടില്ലല്ലോ. ഒരു പെണ്ണ് വന്ന് പറഞ്ഞെന്നും പറഞ്ഞല്ലേ ആ ചെക്കനെ പിന്നെ വീട്ടിൽ കയറ്റി ഇരുത്തിയേക്കണത്. അത് രമേശ് ചെന്നിത്തലയും VD സതീശനും ചെയ്യണത് ശരിയല്ല. അത് വർക്കല, പേര് ഹാഷിം. കാരണം ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നുണ്ട് നിങ്ങളെ, നമ്മൾ യൂട്യൂബിൽ കൂടെയൊക്കെ ന്യൂസുകൾ കാണുന്നുണ്ട് നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്. പക്ഷേ ഇത് ഉമ്മൻചാണ്ടിക്ക് സാറിനും ഇങ്ങനെ ഒരു
സരിത ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാക്കിയത്. അപ്പോഴ് അദ്ദേഹം എത്ര വിഷമിച്ചെന്ന് അറിയാലോ. അതേപോലെ ഈ പാവപ്പെട്ടവനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും വെറുപ്പിക്കാൻ വേണ്ടി 4 അംഗം ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ രക്ഷപ്പെടുത്താൻ ഒരു നേതാക്കന്മാരുമില്ല. ഷാഫി പറമ്പിനെയും കുടുക്കിക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ ഒന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് വാർത്തയിൽ ഇതാവണം. രാഹുൽ മാങ്കൂട്ടം ഒരു പാവമാണ്, അവന് നല്ല ഇതുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു തൻ്റെ ഇടമുള്ളതാണ്, നാട്ടിന് വേണ്ടി ഉപകാരിയാണ്, എല്ലാം ചെയ്യുന്നതാണ്. അവനെ ഇല്ലാതെ ആക്കാൻ വേണ്ടി 2026 ഇലക്ഷനിക്ക് അവനൊരു MLA-യോ ഒരു MP-യോ ഒരു മന്ത്രിയോ ആയാൽ ബാക്കിയുള്ളവർക്ക് ഇരുന്നാൽ ഇരിപ്പ് ഉറപ്പോളം വരില്ല. അതുകൊണ്ടാണ് ഇത്രയും നാടകം കളിക്കുന്നത്. ഞാൻ ശരിക്കും പക്ക കോൺഗ്രസ്സുകാരനാണ്. ഈ CPM ഇഷ്ടംപോലെ അടി കിട്ടി ഒക്കെ കൊണ്ട ആളുമാണ്. എന്റെ ഒപ്പം രാഷ്ട്രീയം കളിച്ചവരൊക്കെ വൻ നിലയിലെത്തി. അതുപോലെ പക്ഷെ VD സതീശിന്റെ പകരത്തിയിട്ടുള്ള ഒരു കുതിപ്പാണത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശന്റെ പകരത്തിയിട്ടുള്ള ഒരു കുതിപ്പാണത്. ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് കോൺഗ്രസിന് ഒരു ജീവൻ തന്നെ നിലയിൽ വെച്ചത്. കോൺഗ്രസിന് ഒരു ജീവൻ വെച്ചത്. ഒരു ഫൈറ്റിന് വന്നാൽ തന്നെ ഏത് പാർട്ടിയിൽ ആരാണെങ്കിലും രാഹുലിനെ വെല്ലാൻ പറ്റിയ ഒരാള് ഇന്ന് നിലവിലില്ല. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ പറഞ്ഞ മുതിർന്ന നേതാക്കന്മാർ. അതായത് രമേശ് ചെന്നിത്തലയും അങ്ങനെയുള്ളവരൊക്കെ. ഞാനൊക്കെ കോളേജിൽ പഠിച്ചിട്ടുള്ള കാലത്തൊക്കെ G. കാർത്തികനും രമേശ് ചെന്നിത്തലൊക്കെ കോളേജിൽ വരെ മാറാറുണ്ട്. കാരണം കോളേജ് ഇലക്ഷന്റെ സമയത്ത്, അതായത് തലൽപ്പുമ്പോ DV കോളേജിൽ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ആലോചന ഇല്ലാണ്ട് അടുത്ത് ഒരു ചാടി ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ പകരത്തിയിട്ട് വന്ന കാര്യങ്ങളാണ്. കോൺഗ്രസിന് ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ന്യൂസ് സ്ഥിരം കാണാറുമുണ്ട്, കമന്റ് ചെയ്യാറുമുണ്ട്. ശരിക്കും പറയാൻ തെറ്റ് ചെയ്തെന്നുള്ളതിന് തെളിവെന്നുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് പാർട്ടിയിലെ തെറ്റ് ചെയ്യാത്തുള്ള അല്ല, നമ്മൾ ഇതിനെ പ്രതികരിക്കാനും കാരണം അതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യുവതി അല്ലെ യുവതിമാർ കൃത്യമായ തെളിവുകളടക്കം പരാതിയുമായി വന്നു. ഒരു രേഖാമൂലം പരാതി കൊടുത്തു. അതിൽ കഴമ്പുണ്ടെന്ന് കണ്ട് പോലീസ് FIR ഇട്ടു. നമ്മൾ നേരെ തിരിച്ചു പറയും, ഇവനെ ക്രൂശിക്കണം എന്ന് തന്നെ നമ്മൾ പറയും. ശിക്ഷിക്കപ്പെടണം. ഇത് ഇങ്ങനൊന്നുമില്ലാതെ കുറെ ഇവരുടെ കുറെ ഈ ബിനാമി ചാനലുകളിൽ ഇരുന്ന് യുവമാര് പദ്ധതി ഉണ്ടാക്കി അവന്മാരേറെ ചെയ്യുന്നു. ഈ മുൻധാരണ പ്രകാരം VD സതീശനും പാർട്ടിയും ഇവനെ പുറത്ത് കളയുന്നു. അന്നേരം ഇത് ഇവരുടെ ഒരു ഗെയിം പ്ലാനാ. അന്നേരം ഈ VD സതീശൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇവന് മുഖ്യമന്ത്രി കസേര കിട്ടത്തില്ലെന്ന് ഉറപ്പായത് കൊണ്ട് എനിക്ക് ഇല്ലെങ്കിൽ ഈ സാധന പ്രസ്ഥാനമേ വേണ്ട എന്ന് പറഞ്ഞുള്ള മുടിക്കാനുള്ള ഇയാളുടെ ഒരു നടപടിയായി പോയത്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് നിയോജക മണ്ഡലത്തിൽ ഇട്ടാലും ജയിച്ച് പുഷ്പം പോലെ ജയിച്ചു വരുന്നത് ഇല്ലേ? കേരളത്തിലുള്ള ഏത് മണ്ഡലത്തിൽ ഇട്ടാലും ജയിക്കാൻ സാധ്യതയുള്ള ഒരാള് ഇദ്ദേഹമല്ലേ? പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടം ചാനൽ ചർച്ച വന്ന പിന്നെ കോൺഗ്രസിന്റെ അണികൾ, കോൺഗ്രസിന് 4 കവലയില് കൊടിമരം തന്നെ ഉണ്ടായത്. ഒരു ഉണർവ് ആളുകൾക്കുണ്ടായത് ഇയാളുടെ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം വന്ന പിന്നാണ് കോൺഗ്രസ് വളർന്നത്. അത്രയും പോലും ഷാഫി പറ്റില്ല. കാരണം രാഹുൽ ഫൈറ്റാനുള്ള കഴിവിട്ടെന്ന് അവന് ബുദ്ധിയുണ്ട്, അവൻ ആലോചിച്ച കാര്യങ്ങൾ ചെയ്യുള്ളൂ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ VD സതീശിന്റെ ശരിക്കുള്ള കളി തന്നെയാണ്. യാതൊരു സംശയം. നമുക്കിത് കാണുമ്പോൾ അറിയാമല്ലേ, എല്ലാരും അരി ഭക്ഷണമല്ലേ കഴിക്കണേ, അല്ലെങ്കിൽ അന്നല്ലേ കഴിക്കണേ. ഈ പ്രായവർക്കൊക്കെ മാറിക്കൊടുക്കാനോ കുഴപ്പമുള്ളത്. എന്റെ ഈ ഇടത്തെ കൈ ഇപ്പോഴും വേദനയാണ്. കാരണം എന്താ, അന്നത്തെ ഞാനൊക്കെ രാഷ്ട്രീയം കഴിക്കുന്ന കാലത്ത് അന്ന് ഈ മറ്റേ ഇതൊന്നുമില്ല, ഈ മതിലെഴുത്തുള്ളൂ. ഈ മറ്റേ പെട്രോൾ വാക്സിൻ പിടിച്ച് ഈ കൈതച്ചക്ക കുമ്മായത്തിൽ മുക്കിയിട്ട് എഴുതുക. അപ്പൊ പുറകിന്ന് വന്ന് ഇടിയ രാത്രി 12 മണിക്ക് ഈ കൈപ്പറ്റിയുടെ പുറകിട്ട് ഇടതുപക്ഷക്കാര്. അപ്പൊ എന്റെ ഇടത്തെ കൈക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കാൻ വേദന, പലവട്ടം തിരിപ്പിക്കാൻ പോയി. പക്ഷെ ചതവ് മാറില്ല എന്ന് പറഞ്ഞു. അത്രമേ കോൺഗ്രസിൽ അന്നും ഇന്നും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നമുക്ക് ഒരു ഉള്ളിൽ കണ്ട ഒരു വിഷമം കൊണ്ട് പറഞ്ഞുള്ളൂ, അവനോട് സ്നേഹം കൊണ്ട്. അത് അവന്റെ ബൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബൈറ്റാണ്. അതിന്റെ ഒപ്പം ഈ കോൺഗ്രസിൽ ആരുമില്ല അവന്റെ ഒപ്പം ബൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏത് നിയോജക മണ്ഡലത്തിൽ ഇട്ടാലും പുഷ്പം പോലെ ജയിക്കുന്ന ഒരു വ്യക്തിയാണ്. അവന്റെ ഒരു തെറ്റുണ്ടോ ശരിയുണ്ടല്ലോ എന്ന്, അല്ലെങ്കിൽ ഒരു FIR ഇട്ട് പോലീസ് അന്വേഷിച്ചാൽ കോടതിയെ തെളിയിക്കട്ടെ. അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചാനലിനൊക്കെ മുമ്പ് നിന്നിട്ട് എന്താ ഈ പുള്ളി കിടന്ന് പറയണേ? ഈ പുള്ളി ആരാന്ന് ഓർത്തിരിക്കണേ? ഇവിടെ പൊതുജനങ്ങളുണ്ടെങ്കിലേ കോൺഗ്രസ് ഉള്ളൂ. അത് കോൺഗ്രസ്സുകാരും അണികളുണ്ടെങ്കിൽ
അങ്ങനെ വി ഡി സതീശന്റെ മാത്രം നോക്കിയാൽ കോൺഗ്രസ് ഉണ്ടാവോ? ഞാൻ വെളിയന്നൂരിൽ നിന്ന് വിളിക്കുന്നത്. എന്റെ പേര് സജീവൻ എന്നാണ്. ഞാൻ ഈ ചോദിക്കണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കാര്യം പറഞ്ഞേ, ഈ പെണ്ണിവിടെ വരുമ്പോഴത്തേന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഈ പെണ്ണിന്റെ ഒരു നുണപരിശോധന നടത്താനോ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ DNA ടെസ്റ്റ് നടത്താനോ ഈ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് എന്തിനു വരുന്നു എന്നൊന്ന് ചിന്തിക്കാനുള്ള ബോധമുള്ള കോൺഗ്രസ്സുകാരൊന്നും ഇല്ല സാറേ. ഞാൻ കാര്യം പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഒരു രേഖാമൂലം പരാതി പോലും ഇല്ലാതാണ് ഇത് ഈ നടപടികളെന്ന് ഓർത്തോണം. അല്ല, ഞാൻ പറയുന്നത് അയാളൊരു നല്ലൊരു മനുഷ്യനായിട്ട് ഞങ്ങളൊക്കെ കാണുന്നത്. അയാളുടെ ഭാഗത്ത് തെറ്റില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ കാരണം ചിലപ്പം പെണ്ണുങ്ങളല്ലേ ആണുങ്ങളല്ലേ സ്നേഹിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നു കാണില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇയാളെ ഈ സത്യത്തിൽ ഇയാളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇയാളുടെ കൂടുതലുള്ളവരാണോ ചെയ്യുന്നത്? അതാണ് എൻ്റെ തോന്നൽ. ഇയാളുടെ കൂടുതലുള്ളവരായിരിക്കണം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ കാരണം നടന്ന് കണ്ടിടത്തോളം കാലം ഇവർക്ക് എന്തെങ്കിലും ഉള്ള ഇതുണ്ടെങ്കിൽ ഇവരുടെ വലിയ വലിയ നേതാക്കന്മാര് ഈ പുറത്തു വന്ന് ഒന്ന് പറയണ്ടേ, ഞങ്ങളുടെ ആൾക്ക് ഇന്നത് പറ്റി അല്ലെ ഇന്നത് പോലെ ഞങ്ങളതിന്റെ കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞ് വരാണ്ട് ഒരാൾ പോലും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചതിന് കാരണം. ഈ മറ്റേ വി ഡി സതീശന്റെ ഒന്നും നമ്പർ അറിയില്ല. ഇല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചോ നിന്റെയൊക്കെ വായിൽ എന്നാളാ വെച്ചേക്കണം ഞാൻ ചോദിച്ചാലും. അല്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. എനിക്കിപ്പം പ്രത്യേകിച്ച് ആ രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു സ്നേഹം അങ്ങനെയൊന്നുമല്ല, രാഷ്ട്രീയപരമായിട്ടൊരു സ്നേഹമില്ല. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നല്ലൊരു മനുഷ്യനാണ് അയാള്. ചിലപ്പം നമുക്ക് ഒരു പുരുഷനും സ്ത്രീ ആയി കഴിഞ്ഞാൽ സാറേ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. ഇതുപോലെയുള്ള വൃത്തികെട്ട സ്ത്രീകളെ കോടതി വിലക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവരാരും രംഗത്ത് വരാത്തതിനോ സാറേ. ഏറ്റവും വൃത്തികെട്ട സംഭവമല്ലേ സാറേ ഈ സമൂഹത്ത്. ഇലക്ഷൻ വന്നെന്ന് പറഞ്ഞ് ഇതുപോലെ അധികാരത്തിനൊക്കെ വേണ്ടി ഇതുപോലെ വൃത്തികെട്ടി ഈ വി ഡി സതീശനെയൊക്കെ സാറേ പറ്റുമെങ്കിൽ ഏതെങ്കിലും കാരണവശാല് ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിപ്പിക്കാനായിട്ട് ഒരു മാർഗം ഉണ്ടാക്കരുത്. ഇവനൊക്കെ ഈ ഭൂമിയിൽ അതിൽ ജീവിക്കാൻ പോലും അർഹതയില്ലെന്ന എൻ്റെ അഭിപ്രായം. അതിന്റെ കാര്യം ഇവനൊക്കെ അറിയാതെ ഇവിടെ ഒരു സംഭവം നടക്കുക. ഇവനൊക്കെ രംഗത്ത് വന്നാലല്ല, ഇത് ഞങ്ങൾ അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ തിരക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാം, ഞങ്ങളിതിനെ ഒന്ന് അന്വേഷിക്കാം, അല്ലെങ്കിൽ ഇവരോട് ചോദ്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇവരുടെ പേർക്ക് കേസ് കൊടുക്കട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആരും കേസ് കൊടുക്കാൻ മേലെ ഇവരുടെ പേർക്ക് മാനനഷ്ടത്തിന് അതും പറ്റില്ലേ? ഇവർ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതൊരു വൃത്തികെട്ട മൊബൈൽ തുറക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. ഇതിനെന്തെങ്കിലും ഒരു മനുഷ്യന് ബോധമുള്ളവരാരെങ്കിലും സാറേ ഇതിനെ ഉൾക്കൊള്ളുമോ? എനിക്കറിയില്ല സാറേ. എൻ്റെ ജോസഫ് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാളൊരു നല്ലൊരു മനുഷ്യനാണ്. അത് ഈ കൊണ്ടത്തിലെ പാർട്ടി തന്നെയാണ് ചർച്ചയുള്ളത്. ഈ പറവൂർ ഈ സതീശൻ ഏത് ഇത്തവണ ജയിക്കുമോ എന്ത് തോന്നുന്നു? ഈ കാണിക്കുന്ന ഞാനൊരു കൊണ്ടൽ പ്രവർത്തനമാണ്, പക്ഷെ ഞാൻ ചെയ്യത്തില്ല. പരമാവധി ഞാൻ ചെയ്യില്ല. അല്ല, ഈ ഇദ്ദേഹത്തിന് ഈ പരവൂരില് ജനങ്ങൾ എത്രത്തോളം, അതായത് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരുത്തനെ ഇതേപോലെ ക്രൂശിക്കാൻ കൂടെ നിന്ന അതിപ്പല്ലേ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ പ്രതികരണം പറഞ്ഞിട്ടില്ല. അതെന്നുണ്ടെങ്കിൽ എങ്ങനെയാലും ഞാൻ ചെയ്തിരുന്നു. ഞാനൊരു പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ. വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യില്ല. എന്റെ വീട്ടുകാരോടും ജയിപ്പിക്കില്ല, അറിയില്ല. അതെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പുള്ളിയെ ഇഷ്ടമല്ല. ഞാനൊരു കോൺഗ്രസ്സാണ്. എന്റെ അയാൾ ഭയങ്കര ആൾക്കാരാണ്. ഞാനൊക്കെ അയാളുടെ ഓഫീസിൽ പല പ്രാവശ്യം നിർത്തി. നമ്മള് ഈ ഒരു കൽപ്പണിക്ക് നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടും, നല്ല ബന്ധമായിരിക്കുള്ളൂ. ഇത് 30-40 ഇപ്പോഴും എന്നേക്ക് അറിയണമെങ്കിൽ ഇപ്പൊ വേറെ ആരെങ്കിലും കൊണ്ടുവരണം. മനസ്സിലായ? അങ്ങനത്തെ ഒരു ജാതകാരനാണ്. ഈ പൊതുജനങ്ങളുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് ഇയാൾക്ക്? പൊതുജനമായിട്ട് വെച്ചാൽ കുറച്ച് ജനമായിട്ടുള്ള ബന്ധം, കുറച്ച് വൈറ്റ് ഷർട്ട് ഇട്ട ആൾക്കാരായിട്ട് വരും. അങ്ങനെയുള്ളൊരു ഇതാണ്. സാധാരണക്കാരായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. ബന്ധമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഭാഷക്കാരനെ കൊണ്ട് ചെയ്യണം. കൊട്ടാരക്കരയിൽ വിളിക്കുക. ഈ തങ്കച്ചൻ ഈ സുജയ പാർവതിയെ പറ്റി ശോഭാ സുരേന്ദ്രൻ കാണപ്പെടാത്ത സ്ഥാനത്ത് കണ്ടെന്ന് പറയുന്ന സംഗതിയെ പറ്റി ഒന്ന് ചാനൽ ചർച്ചയിൽ ഒന്ന് അവതരിപ്പിക്കണമല്ലേ? അവിടെ ഞങ്ങളിപ്പോ നിൽക്കട്ടെ. അത് ശോഭാ സുരേന്ദ്രൻ അല്ലേ വെളിപ്പെടുത്തേണ്ടത്? അവളെ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കണം. അത് അവിടെ പേർക്ക് റിമാർക്ക് ഉണ്ടായിട്ടില്ലേ പറഞ്ഞേ? അതോടെ അരുണിന്റെ കാര്യം ഒന്ന് ചോദിച്ചു. പോക്സോ കേസ് എന്തോ ആയിരുന്നു. ഒന്ന് ലോ അറിയണ്ടേ? അരുണൻ നോക്കും ആ കടി കൂടുതൽ. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ചിന്തിക്കുക. സതീശന്റെ ജട്ടി വിപ്ലവത്തിന് രാഹുലിനെ കരുവാക്കണോ എന്ന്. സതീശ,
രാഹുലിൻ്റെ സ്ഥാനത്തിന് ഒരു കോട്ടം തട്ടിയാൽ ജനങ്ങൾ തൻ്റെ ഖദറിൻ്റെ പടപടപ്പ് മാറ്റിക്കളയും, യാതൊരു സംശയവും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.